പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ബി.ജെ.പി. തീരുമാനം. UK സന്ദർശനത്തിന് മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ശശി തരൂർ മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ ബി.ജെ.പി. പരിഗണന പട്ടികയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് ഒടുവിലെ റിപ്പോർട്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, JP നദ്ദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് തുടക്കമിടാനും യോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശരത് ലാൽ, ഗുഡ് മോർണിംഗ്. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതി ഉണ്ടാകും. ഇപ്പോഴും ധൻഖറിന്റെ ഡെക്സിറ്റ് എന്തിനാണ് സംഭവിച്ചത് എന്നതിനെ പറ്റി സർക്കാരിനോ ധൻഖറിനോ കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു മറുപടിയും ഇല്ല. ആരാകും അടുത്ത ലോട്ട്? തരൂരിലേക്ക് എത്തുമോ ശരത് ലാൽ? ബിനിൽ, ഏതായാലും ഇന്നലെ ഉന്നത യോഗം തന്നെ ചേർന്നു. കാരണം പ്രധാനമന്ത്രി വിദേശത്ത് പോവുകയാണ്. വിദേശത്തേക്ക് അദ്ദേഹം പോയി. അതിന് മുമ്പാണ് ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നത്. ആദ്യമായിട്ട് ആ ചർച്ച നടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. വളരെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പുതിയ ആളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാരും അതുപോലെ പ്രധാനമന്ത്രിയും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തുടങ്ങിക്കഴിഞ്ഞു. പാർലമെന്റ് മൺസൂൺ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയ ഉപരാഷ്ട്രപതിയെ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്ന കാര്യത്തിൽ മൗനം തുടരുകയാണ്. ഏതായാലും പല പേരുകളിൽ പ്രധാനപ്പെട്ട പേരുകളാണ് ശശി തരൂരിനുള്ളത്. ഈ ബിന്നിലിനറിയ ശശി തരൂർ ഉപരാഷ്ട്രപതിയാവണമെങ്കിൽ കോൺഗ്രസിനെ എതിർക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ പോർത്തോ സമിതി അംഗത്തെ ബി.ജെ.പി. നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് പരിമിതികളുണ്ട്. അതേപോലെ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വിജയിച്ച് കയറാനുള്ള ഒരു അവസരവും കൂടിയാവും. ഇതൊക്കെ കണക്കുമ്പോൾ ശശി തരൂരിനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഉണ്ട്. ബീഹാർ രാഷ്ട്രീയം, ഉത്തരേന്ത്യയിലെ യുപിയിലെ രാഷ്ട്രീയമൊക്കെ കണക്കെടുക്കുമ്പോൾ മുസ്ലിം ഒരു ഫേസ് എന്നൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരിഫ് മുഹമ്മദിനെ വരും പേര് കണക്ക് കൂട്ടുന്നുണ്ട്. ഏതായാലും നിരവധി പേരുകളാണ് ഇപ്പോൾ ബി.ജെ.പി. ഈ പുറത്തുള്ള ചർച്ചകളിൽ ഉയർന്നു വരുന്നത്. ഇവിടെ ഇപ്പോൾ ബിനിൽ ചോദിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ധൻഖർ രാജിവെച്ചത്? ധൻഖറും ഇതുവരെ ഇക്കാര്യത്തിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട പേരുണ്ട്. ധൻഖർ രാഷ്ട്രപതിയെ നേരിട്ട് കണ്ടാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു തരത്തിൽ അപ്പോയിന്റ്മെന്റും എടുക്കാതെ ഉപരാഷ്ട്രപതി നേരിട്ട് തന്നെ സ്വന്തം വാഹനത്തിൽ രാഷ്ട്രപതിയെ കാണാൻ എത്തുകയായിരുന്നു എന്നാണ്. ഇത് വളരെ അമ്പരപ്പ് ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ്. സാധാരണ രാഷ്ട്രപതിയോട് വിളിച്ചു ചോദിച്ചിട്ടാണ് സാധാരണ ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ മറ്റു പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതിയുമല്ല എത്തുന്നത്. എന്നാൽ അന്ന് രാത്രി വളരെ നേരിട്ട് തന്നെ അദ്ദേഹത്തിന്റെ കോൺവോയ് നേരിട്ട് തന്നെ രാഷ്ട്രപതി മുന്നിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇത്തരത്തിലുമുള്ള പ്രോട്ടോകോൾ പോലും പാലിക്കാതെയാണ് അടിയന്തരമായിട്ട് ഇദ്ദേഹം രാജി നൽകുകയും അവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി സ്വന്തം വസതിയിലേക്ക് പോകുകയും ചെയ്തത്. ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും ഉപരാഷ്ട്രപതി ധൻഖറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇത് സംബന്ധിച്ച് മോഡിയുടെ വളരെ ഹ്രസ്വമായ കുറിപ്പാണ്. അദ്ദേഹത്തിന് ഗുഡ് ഹെൽത്ത് നേർന്നുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് സംശയത്തിന്റെ നിഴലിലായിരുന്നു. സാധാരണ നേരത്തെ വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായപ്പോൾ നരേന്ദ്രമോദി 2 പേജിലുള്ള വലിയൊരു ഗണ്ണിക ഉപന്യാസം തന്നെ അദ്ദേഹത്തെ പറ്റി എഴുതിയിരുന്നു. പക്ഷേ ഇത് നല്ല ആരോഗ്യമായിരിക്കട്ടെ എന്നൊരു ആശംസ മാത്രമാണ്. അതിലുൾപ്പെടെ സംശയങ്ങളുണ്ട്. താങ്ക് യു. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്കറിയാം, ഈ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള തീരുമാനം എടുത്തതിനെ ബ്രെക്സിറ്റ് എന്നുള്ളതാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് വളരെ വേഗത്തിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. പക്ഷെ നടപ്പിലാക്കിയത് വർഷങ്ങൾ എടുത്ത ശേഷമാണ്. പക്ഷേ ലോകത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. അതേപോലെ തന്നെ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ പിടിച്ച് ഞെട്ടിച്ച ഈ ധൻഖറിന്റെ ബ്രെക്സിറ്റ് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബ്രെക്സിറ്റിനുള്ള കാരണം എന്നുള്ളത് തേടുകയാണ് രാജ്യം. ലോക്സഭയിൽ ഉൾപ്പെടെ പാർലമെന്റിൽ അകത്ത് ഉൾപ്പെടെ ഇതിനുള്ള കാരണം പ്രതിപക്ഷം നിരന്തരം ചോദിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ മൗനം തുടരുകയാണ്.